കാട്ടിപ്പറ്റി സ്കൂളിലാണുള്ളത്. കാട്ടിപ്പറ്റി സ്കൂളിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളെ സുഹൃത്ത് ഉമ്മറിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഉമ്മറിൻ്റെതാണ് ഈ എക്സിബിഷനുകൾ. ഉമ്മറെ എങ്ങനെയുണ്ട് പ്രദർശനമൊക്കെ? പ്രദർശനം വളരെ സന്തോഷകരമായി പോകുന്നു. കാരണം ഞാൻ പഠിച്ച സ്കൂളിലായതുകൊണ്ട് ആ മുറ്റത്ത് ഈ ദിവസം വരെ ഈ മുറ്റത്തായിരുന്നു കളിച്ചു വളർന്നത്. അപ്പോൾ അവിടെ തന്നെ എനിക്കിങ്ങനെ സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ട് ആ സംഘാടകരോടും ടീച്ചേഴ്സിനോടും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കാരണം ഈ സ്കൂളിൽ നിന്നാണ് എൻ്റെ തുടക്കം. ഇന്ന് വരെ സ്കൂളുമായിട്ട് വളരെ ബന്ധമുള്ളതായിരുന്നു. അപ്പോൾ ഒരുപാട് സ്കൂളിനേക്കാളും പഴക്കമുള്ള സാധനങ്ങളുമായിട്ടാണ് ഞാൻ ഈ മുറ്റത്ത് തന്നെ വന്നിട്ടിരിക്കുന്നത്. അത് ഈ ഒരു ആഘോഷ പരിപാടി തന്നെ സംഘടിപ്പിച്ചതിന് അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആളുകളെ, മുൻഗാമികളെ കാണാത്ത, ഇപ്പോഴത്തെ തലമുറ കാണാത്ത ഫോട്ടോസുകളും എനിക്കതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും ഒരു സന്തോഷകരമായിട്ട് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകൾ ചരിത്രത്തിലില്ലാത്ത ഫോട്ടോസും ഒന്നും തെളിയാത്തപ്പോഴും കാണാൻ പറ്റിയതിൽ അവിടെ പിൻഗാമികൾക്കൊക്കെ വളരെ സന്തോഷകരമായിട്ടുണ്ട്. നല്ല സപ്പോർട്ടുണ്ട് അവർക്കൊക്കെ. അത് ചെയ്തതിന് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര വർഷമായിട്ടുള്ള ശേഖരം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായിരിക്കുന്നത്. ഞാൻ ഈ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന പുസ്തകങ്ങളും ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നെ അത് കാലാണ്ടൊക്കെ പെട്ടുപോയി. കാരണം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയൊരു സൗകര്യമില്ലാത്തതുകൊണ്ട് അതൊക്കെ പോയിരുന്നു. പിന്നെ ഞാനൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വളാഞ്ചേരി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അന്ന് എഴുതിയ കുറിപ്പുകളും എല്ലാം എൻ്റെ കയ്യിലെപ്പോഴും അന്ന് ആ ദിവസം എഴുതി വെച്ച് അതുപോലെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടുന്ന് മുതൽക്ക് തുടങ്ങിയതാണ് ഞാൻ ശേഖരണങ്ങൾ. അതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റി, കാണാനും പറ്റി. ഇപ്പോൾ ആരും കാണാത്ത സംഗതികൾ ഒരുപാട് ആളുകൾക്ക് കാണിച്ച് സന്തോഷം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര വർഷത്തെ പഴക്കമുള്ള സാധനങ്ങളുണ്ട്? ഇതിൽ മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലത്തുള്ള നാണയങ്ങളുണ്ട്. 100ഓളം രാഷ്ട്രങ്ങളുടെ കറൻസികളുണ്ട്, നാണയങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല കാലത്ത് ഇറങ്ങിയ പല എംബ്ലത്തിലുള്ള നാണയങ്ങളുണ്ട്, കറൻസികളുണ്ട്. RBI നിരോധിച്ച നോട്ടുകളും കൈവശമുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ശേഖരണത്തേക്ക് വരാനുള്ള കാരണം എന്താണ് തോന്നുന്നത്? കാണാൻ എനിക്ക് അതിന് ഒരു പഴമയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് കിട്ടിയാലും അത് എടുത്തു വെച്ചിരുന്ന കാലം ഉണ്ടാവും. പുതിയ തലമുറയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അവിടെ ഫ്രണ്ടിൽ തന്നെ കയറി വരുന്നിടത്ത് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം വായിച്ച് നോക്കണം. എന്നിട്ട് അവരോട് എന്ത് പറഞ്ഞാൽ ഇതൊക്കെ കാണുക, അത് അതിലേക്ക് പഠിക്കണം, അതിലേക്ക് എന്ത് ചെയ്യണം, ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവർക്കുണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവും മനസ്സിലാവും. ഇതിൽ തിരിയിട്ടിട്ട് എണ്ണ പറഞ്ഞിട്ട് കത്തിക്കണം, തൂക്കുളക്കി നടക്കുമ്പോൾ ഇടാൻ വെക്കോ? അങ്ങനെ തലയിൽ വെച്ചാണ് നടക്കേണ്ടത് അല്ലേ? പണ്ടത്തെ ആളുകൾ ഇട്ടുകൊണ്ട് നടന്നിരുന്ന സാധനം മെതിയടി, ചെരുപ്പിന് ബദല് അന്ന് ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഉണ്ടാവും. ഇത് പിച്ചളന്റെ സാധനമാണ്. ഇത് അളവുകോല്, വെള്ളിക്കോല. പഴയ കാലത്തെ ആളുകള് ഇവിടെ തൂക്കിയിട്ടായിരുന്നു അളവെടുത്തിരുന്നത്. ഇപ്പോഴത്തെ തുലാസ്, ഡിജിറ്റൽ തുലാസ്, ഇലക്ട്രിക് തുലാസൊക്കെ വരുന്നതിൻ്റെ മുന്നേ ആളുകൾ എന്ത് ചെയ്തിരുന്നു, അടക്കയും അതുപോലത്തെ സാധനങ്ങളൊക്കെ തൂക്കിയിരുന്ന ഒരു തുലാസായിരുന്നു, തൂക്കുന്ന അളവുകോല്, വെള്ളിക്കോല് എന്ന് പറയും. പഴയ ആളുകൾ നടത്തിയിരുന്ന സംഗതിയാണത്. ഇത് സുർമച്ചെപ്പ് പറയും. സുർമ ഇതിൽ നിറച്ചിട്ട് കണ്ണിൽ അലീനരൊക്കെ എഴുതണ പോലെ അല്ലേ എഴുതിയിരുന്നൊരു സംഗതിയാണിത്, സുർമച്ചെപ്പ്. ഇത് ഈ സ്കൂളിൽ ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഉടയണ സ്ലേറ്റ് പൊട്ടണ പെൻസിലാരും, അതുകൊണ്ടാണ് സ്ലേറ്റിൽ എഴുതിയിരുന്നത്. ഈ പെൻസിലൊന്നും ഇപ്പോൾ റയറാണ്, സാധനം കിട്ടാനില്ല. നമ്മുടെ സ്കൂളിലത്തെ പരിപാടിക്കും വേണ്ടിയിട്ട് കുറച്ച് വില കൊടുത്ത് കൊടുന്നതാണിത്. ഇത് ഉടയണ സ്ലേറ്റാണ്. ഇതും ഉടയണതാ, ഇതിലായിരുന്നു ഞങ്ങളൊക്കെ ഇവിടെ എഴുതി പഠിച്ചിരുന്നത്. ആദ്യത്തെ അക്ഷരം എഴുതി പഠിച്ചിരുന്നത് ഈ സ്കൂളിൽ ഇവിടെ ആയിരുന്നു.
ഇത് കാസറ്റ് നോക്കിക്കോളട്ടോ. കാസറ്റ് പഴയ കാലത്ത് ഓല കാസറ്റ് എന്ന് പറയും. അതൊക്കെ ടി വി വർക്ക് ചെയ്യാത്ത സമയത്ത് ഇതിങ്ങനെ ഇട്ടൊക്കെ തിരിച്ചിരുന്നു. റിവൈൻഡ് എടുക്കാന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ഇടും. കാസറ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുഹമ്മദ് റാഫിയുടെ ഗസല നിയന്ത്രിച്ചിരുന്ന പഴയ ആളുകൾ പ്രഷർ നിയന്ത്രിച്ചിരുന്ന പ്രഷർ വാച്ച്, വള എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഏറ്റവും ചെറിയ ഖുറാനാണ്. ഏറ്റവും ചെറിയ ഖുറാൻ. ഏറ്റവും ചെറിയ ഖുറാനാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ. അതിൻ്റെ നേരെ വലുതാണത്, അതിൻ്റെ കുറച്ച് വലുതാണത്. ഈ സ്കൂളിലൊക്കെ ഞങ്ങൾ ചെയ്തിരുന്ന ഈര കൊണ്ട് ഈ കോട്ടിയിൽ മുടങ്ങിയിരുന്ന സംഗതിയാണ് മുന്തിരിക്കുല എന്ന് പറയും കേട്ടോ. പച്ച മുന്തിരിണ്ട്, പഴുത്തതുണ്ട്, ഉണങ്ങിയതുണ്ട്, ഒക്കെ ഉണ്ട്. ഇന്ന് ഈര സാധനം തന്നെ കാണാനില്ല. വെച്ചാല് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പിന്നെ ഫുൾ ടൈം അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് പിന്നെ പഴയ നാണയങ്ങൾ കണ്ടിരുന്നു. എനിക്ക് പഴയ കാശികളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. പിന്നെ എൻ്റെ സുഹൃത്തുണ്ട്, പിന്നെ വളാഞ്ചേരി, പിന്നെ കച്ചവടക്കാരൻ അസീസ് പുല്ലാനങ്കാട്ടിൽ. അവനാണ് മെയിനായിട്ട് ഇതിൻ്റെ ആള്. അവൻ്റെ അടുത്ത് എന്നും പോകും ദിവസം. അല്ല, ഇവിടെ പുല്ലാനങ്കാട്ട് അസിയാക്ക. അപ്പോൾ എന്നും പിന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ അവിടെയാണ്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ ശേഖരിച്ച് അവനാണ് എൻ്റെ മുഖ്യ ഒരു ഇതിൻ്റെ തുടക്കക്കാരെന്ന് പറയാം. പിന്നെ കുറച്ച് ആളുകളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ലണ്ടനിൽ വരെ എനിക്ക് സാധനം എത്തിച്ചു തന്നിട്ടുണ്ട്. അത് ചങ്ങമ്പള്ളി മുസ്താഖ് ലണ്ടനിൽ ഒരു 10 കിലോ ഉള്ള സാധനം അവിടുന്ന് ലഗേജിലിട്ട് കൊടുന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. പിന്നെ ഇതിനെ ഒഴിവാക്കാൻ തോന്നില്ല. പിന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളെ കൈക്ക് ഇങ്ങനെ പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ഇന്ന് കാണുമ്പോൾ അതേമാതിരി കുറേ മുന്നേ വാങ്ങി വെച്ചു. ഇപ്പോഴൊക്കെ അത് കിട്ടാൻ നല്ല വില കൊടുക്കുമ്പോഴാണ്. കുറേ മുന്നേ വാങ്ങി വെച്ചതാണ്. അതെ, പോളിഷ് ചെയ്താൽ പിന്നെ അതിൻ്റെ ഇത് പോയി, പഴമയുടെ ഒരു ഇതിന് തനിമയിൽ നിൽക്കണ്ടേ. പിന്നെ ചില ആളുകളൊക്കെ അയൽവാസി വീട്ടുകളിൽ നിന്നൊക്കെ തന്നിട്ടുണ്ട്. കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇത് ഇതേപോലെ വെക്കണം. മറ്റേ ഒന്നായിട്ട് കൊണ്ടുപോയി കൂട്ടിയിട്ടാൽ പിന്നെ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ സൗകര്യമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ എല്ലാവരുടെയും പിന്തുണയും വേണം ഇതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തമായിട്ടല്ലത്, നമ്മുടെ നാട്ടുകാരല്ലോ അത് വേണ്ടത്. നാട്ടിന് വേണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു പിന്തുണ വേണം ഇതിന്. ഇനിയും ഉയരങ്ങളിലെത്തല്ലേ. ഇനിയും കുറെ സാധനങ്ങളെ നമ്മുടെ ഒരു ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ കിട്ടുന്നൊക്കെ ശേഖരിച്ചിട്ട് ഒരു നേതൃത്വം കൊടുത്താൽ മതിയല്ലോ. ബാക്കിയൊക്കെ നമുക്ക് ഒരുപാടുണ്ടല്ലോ. ചേച്ചി പറഞ്ഞമാർക്കൊരു എല്ലാവരും പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞമാർക്ക് മ്യൂസിയം മാറ്റിയിട്ടേ അല്ല അതന്നെ അങ്ങനെ. അപ്പൊ കുറെ പേരോടൊക്കെ ചോദിച്ചാല് പലതും കിട്ടുമല്ലോ. ഇനിയും വേണമെങ്കിൽ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇത് സൂക്ഷിക്കലൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. മുനിസിപ്പാലിറ്റി തലത്തിലേ സംരക്ഷിക്കാനുള്ള ഒരു മ്യൂസിയം പോലെ ഞാൻ ചോദിച്ചിരുന്നു. അവിടെ ലൈബ്രറി ഉണ്ടല്ലോ. കാരണം ഒരു റൂം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ, അത് നല്ല റൂം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാനുള്ളൊരു സൗകര്യം ചെയ്തെടുക്കുകയാണെങ്കിലേ നന്നാവും. വളരുന്ന മ്യൂസിയം ആയിട്ട് കുറെ ആളുകൾ സംഭാവന ചെയ്യൊക്കെ. ഇത് വില മതിക്കണവന് അമൂല്യാണ്, അതില്ലാത്തവന് വെറും ആക്രിയമാരിയാണ്. അതാണ് അതിന്റെ ഒരു സംഭവം. അറിയണവർക്ക് അറിയുള്ളൂ. ഒരുപാട് കാലത്തെ എത്ര കാലം 10-20 വർഷത്തിന്റെ 20 അല്ല, നമ്മളൊക്കെ ചെറുപ്പം കാണുമ്പോ തന്നെ എന്താ കിട്ടണ ശേഖരിച്ചിരിക്കുന്ന ഒരാളാണ്. നമ്മള് ശരിക്കും ഇതിന്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കാൻ സത്യം. ഞാൻ പഠിച്ചത് അന്നത്തെ 97 ഓട്ടോഗ്രാഫ് 10ാം ക്ലാസ് ഉള്ള ഓട്ടോഗ്രാഫ് എടുക്കാൻ അതേമാർക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഓട്ടോഗ്രാഫ് ഞാനിപ്പോ ഗ്രൂപ്പൊക്കെ വന്നല്ലോ, എല്ലാ ഇതിലൊക്കെ വന്നു, എല്ലാ ക്ലാസ്സും പഴയ ആളുകൾക്ക്. അപ്പൊ ഞാനിതൊക്കെ അവരൊക്കെ എഴുതിയ കമന്റൊക്കെ ഞാൻ ഇട്ടുകൊടുത്തേക്കെ ഒരുപാട് ആൾക്കത് ഭയങ്കര അത്ഭുതം. ഓർമ്മയിലുണ്ടാവില്ല ആ പേരെന്നെ അത് ആരൊക്കെയാണ് ക്ലാസ്സിൽ നിന്ന് ഓർക്കുന്നില്ല. അപ്പൊ ഒക്കെ ഒരു ഭയങ്കര ഒരു
ഇതായിരുന്നു. അത് വലിയൊരു മനസ്സ്, ഞാൻ പറയുമ്പോ ഒരു മനസ്സാണത്. പിന്നെന്താ? ക്ഷമയും മനസ്സും അതാണ്. സൂക്ഷിക്കണ്ടേ? കുറച്ചേരായി എന്തായാലും സംരക്ഷിച്ചു പോട്ടത് നാടിന്റെ ഒരു സ്വത്തായിട്ട് നാടിന്റെ ഒരു സ്വത്തായിട്ട് കാട്ടിപ്പരുത്തി എന്നുള്ള ഇതന്നെ എന്നും ഓർക്കട്ടെ ആളുകൾ. ഇതിപ്പോ ഇങ്ങനെ കാണുന്ന പോലെ ഇത് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ എത്ര സ്ഥലത്തിന്റെ എടുത്ത് കൊണ്ടുപോകാൻ തന്നെ ഞാൻ നല്ല വർക്ക് ലീവാക്കിയായിരുന്നു. കാരണം നമുക്ക് എത്തിപ്പെടൂല ആ സമയത്ത്. എന്നിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു അല്ലെ നമ്മള് ശ്രദ്ധിക്കുമ്പോൾ പ്രദർശനം വെക്കുമ്പോഴും വേണം പല ഞാനിങ്ങനെ പോകുമ്പോ മെയിനായിട്ടാണ് പറഞ്ഞ ആളെ എത്തുന്നുണ്ട് കണക്ട് ചെയ്ത്. ചില ആളുകളൊക്കെ തരുന്നുണ്ടാവും അല്ലേ? ചില തരല് കണക്ക് വളരെ കുറവാണല്ലേ? ഇതെങ്ങനെ തിരിച്ചെടുത്തേക്കുമ്പോ ലിസ്റ്റ് ഉണ്ടോ? സാധനം നോക്കിയിട്ടാണ് നമ്മുടെ വിശ്വാസം, നാട്ടുകാരുടെ വിശ്വാസം അത്ര. CCTV ഒക്കെ വേണത്തില്ലേ ഇത്? പക്ഷെ അതല്ല, നമ്മൾ ശ്രദ്ധിക്കും വേണം. കാരണം കുട്ടികളെ ആവശ്യം ഉണ്ടാവൂല. പോയ ആദ്യത്തെ ഒരു ഇതാണ്ട് 4 കണ്ണ് വേണം. അതാണ് ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല. പിന്നെ നമ്മളെല്ലാത്തിനും CCTV വെക്കുമ്പോ നമ്മൾ ഈ നാട്ടുകാരെ ഒരു കള്ളന്മാരാക്കിയിട്ട് അത് മോശല്ലേ? അല്ല അതല്ല, അതൊരു മോശം നേരിക്കാൻ വെക്കാതിരുന്നാണ് നമ്മൾ. എക്സിബിഷൻ ഞാൻ സത്യത്തിൽ ഉമ്മർബായിയുടെ അടുത്ത് ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്കൊരു പുതിയ അറിവാണ്. കാരണം നമ്മളെ തൊട്ടടുത്ത് ഇങ്ങനെ ഇത്രയും പഴയ എന്താ പറയുക, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് പേര് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത എന്താ പറയുക, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പഴയ തലമുറ ഉപയോഗിച്ചു കൊണ്ടിരുന്ന, അത്യാവശ്യമായി അവർക്ക് ആവശ്യമുണ്ടായിരുന്ന സംഗതികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതിൽ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ മുതൽ പഴയ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കിണ്ടി, കോളാമ്പി, അങ്ങനെയുള്ള പറ, നായി, ഇങ്ങനെയുള്ള കുറേ, നായി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, നാഴി, അരി അളക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചെല്ലപ്പെട്ടി, മെതിയടി. സത്യത്തിൽ ഇതൊരു വലിയൊരു ഗൃഹാതുരത നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഉണർത്തുന്ന ഒരു പ്രദർശനമാണ്. ഇത് കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഉമ്മർവായിക്ക് നമ്മൾ ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് ആണ് എനിക്ക് തോന്നുകയാണ്. പക്ഷെ അത് നമ്മളത് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ ഗംഭീരമായിട്ടുണ്ട്. സ്കൂളിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ്. ഒരു 100 കൊല്ലം നമ്മുടെ നാട്ടിലൊരു കലാലയം, വിദ്യാലയം 100 കൊല്ലം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഈ എക്സിബിഷനിൽ നമുക്ക് തരുന്നുണ്ട്. 100 കൊല്ലത്തെ അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് ഈ നാട് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഇന്ന് ഉമ്മർബായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ആകർഷണീയമാണ്. ഗൃഹാതുരത നിറഞ്ഞു നിൽക്കുന്നതാണ്. എല്ലാവരും വരണം, കാണണം, ഉമ്മർബായിയെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ 100ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസ അധ്യാപകനായ ഉമ്മറിൻ്റെ ശേഖരത്തിലുള്ള പഴയകാല കുട്ടികൾ, നമ്മുടെ 10 വർഷം മുന്നത്തെ തലമുറക്ക് പോലും കാണാൻ പറ്റാത്ത പല സംഭവങ്ങളും ഇവിടെ ഈ ഇതിലുണ്ട്. പുരാവസ്തു ശേഖരത്തിലുണ്ട്. പഴയകാല നോട്ടുകൾ, പഴയകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടോർച്ചുകൾ പോലും ഡിജിറ്റലായി മാറുന്ന ഫോണുകൾക്ക് മുന്നേ ഉള്ള പലതരം ഫോണുകൾ, പഴയ VCRകൾ, അങ്ങനത്തെ ഒരുപാട് പഴയ ക്യാമറകൾ, ഫോട്ടോഗ്രാഫി മെഷീൻ, ഇത് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴത്തെ 10 വർഷം മുന്നത്തെ തലമുറക്ക് പോലും അറിയാത്ത പല സംഭവങ്ങളും ഈ ശേഖരത്തിലുണ്ട്. ഈ സ്കൂളിൻ്റെ വാർഷികവുമായി ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ ഇതിനോട് സഹകരിച്ച് ഇവിടെ ഇത് പ്രദർശിപ്പിക്കാൻ തുനിഞ്ഞ ഉമ്മർ ഉസ്താദിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞോട് നമ്മള് പണ്ട് കാലത്തെ മുതലൊക്കെ കാണണൊക്കെ ആദ്യമായിട്ടാണ്. മറ്റൊരു സാധനങ്ങൾ അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇതില് ചിലവൊക്കെ കണ്ടിട്ടുണ്ട് കുറെ മുന്നേ.
ഉമ്മറിന്റെ എക്സിബിഷൻ? അത് വളരെ എന്താ പറയാ, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരാള് ഇങ്ങനെ ശേഖരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള എനിക്കറിയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് കുട്ടികൾക്ക് പ്രദർശനം നടത്തിയിട്ടുണ്ട്. ടീച്ചർ കാണാത്ത സാധനങ്ങൾ ഇപ്പൊ ഇതിലുണ്ടോ? ഓ പിന്നെ ഇഷ്ടം പോലല്ലേ. പിന്നെ ഈ ഫോണൊക്കെ നമ്മൾ 1 രൂപ ഇട്ടിട്ട് കോയിനൊക്കെ ഇട്ട് വിളിച്ചിരുന്നത് അതൊക്കെ ഒരു ഓർമ്മ പുതുക്കില്ല. കാരണം നമ്മൾ സ്കൂളിൽ ഉച്ചയ്ക്ക് വീട്ടിലൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടി 1 രൂപ കോയിനിട്ട് കൊടുക്കും. അത് കട്ടാണിന് മുന്നേ അടുത്ത 1 രൂപ ഇട്ടിരുന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഉഷാറായിട്ടുണ്ട്. നമ്മളൊക്കെ കയ്യിലുള്ളതെന്ന് നമ്മളൊക്കെ ശേഖരിക്കാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ടീച്ചറും കൂടി പറയായിരുന്നു, ഇതൊന്നും ശേഖരിച്ചില്ലല്ലോ, നമ്മളൊക്കെ അത് കിട്ടിയ ആക്രിക്കാർക്ക് കൊടുക്കും. എന്നാലും ആ നല്ലൊരു മനസ്സ് അതാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ശേഖരിക്കാനുള്ള ഒരു തന്നെ ശേഖരിച്ച് വെക്കാനും വേണമല്ലോ, വെച്ചുള്ള ഒരു മനസ്സ്, അത് തന്നെയാണ് വലിയത്. എക്സിബിഷൻ വളരെ നല്ലത്. പഴയകാലത്തേക്ക് ഒരു തിരിച്ചുപോക്കും കൂടിയായിരുന്നു. പണ്ട് കണ്ടിരുന്ന ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതൊക്കെയാണ്. 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 5 പൈസ 10 പൈസ അതിനൊക്കെ സാധനങ്ങൾ വാങ്ങിയിരുന്നു. അപ്പോൾ ആ പണ്ടത്തെ ഓർമ്മകൾ ചികഞ്ഞെടുക്കാൻ സാധിച്ചു. പിന്നെ കുറേ കാണാത്ത സാധനങ്ങളുണ്ട്. എന്തായാലും നല്ലൊരു ആശയമാണിത്. ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇത്രയും കാലം സൂക്ഷിച്ചു വെക്കുന്ന ഉസ്താദിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രദർശനം നല്ല ഉഷാറായിരിക്കണം. ഇത് നമ്മളെ ഉമ്മർസ്ഥാൻ്റെ ഒരുപാട് കാലത്തെ ശേഖരണമാണ് ഇതൊക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ പഴയ കാലത്ത് ഓർമ്മ വരുന്നുണ്ട് നമുക്കൊക്കെ. അതൊക്കെ കാണുമ്പോഴാണ് ഇതെന്താ പഴയതൊക്കെ നമ്മളെ കോളാമ്പി, പിന്നെ കിണ്ടി, പിന്നെ മുറുക്കാമ്പട്ടി, തൂക്കുവിളക്ക്, ഇതൊക്കെ പഴയ കാലത്ത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. പഴയ ഓട്ടുപാർത്തിൻ്റെ നാടും കൂടിയാണ് കാട്ടിപ്പത്തി. ഒക്കെ നമ്മുടെ ചെറുപ്പത്തിലേ കാണുന്നതാണ് ഈ സാധനമൊക്കെ. അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും നമുക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറക്ക് ഇത് വലിയൊരു അത്ഭുതമായിരിക്കും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് തന്നെ ഇപ്പൊ ഓല് പറഞ്ഞ മാതിരി തന്നെ നമ്മള് കുറെ നമ്മൾ കണ്ട തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പൊ കാണുമ്പോഴേ നമുക്കൊരു അപൂർവമായിട്ട് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ശേഖരിച്ച് വരിക പറഞ്ഞാൽ അവൻ്റെ ഒരു കഴിവ് ഭയങ്കരം തന്നെയാണ്. ഒരു സാധാരണ കാട്ടിപ്പരുത്തി GLP സ്കൂളിന്റെ 100ാം വാർഷികമാണിന്ന്. രാവിലെയും വൈകുന്നേരമായിട്ട് 2 സെഷനുകളായിട്ടാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. രാവിലത്തെ പരിപാടിയാണ് പുരാവസ്തു പ്രദർശനം. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മർ കാട്ടിപ്പരുത്തി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രദേശവാസിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ ഒരു നിധി സൂക്ഷിക്കുന്ന പോലെ നിരവധി പഴയ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് അതൊരു പ്രദർശനത്തിന് വെക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ 100ാം വാർഷികത്തിൻ്റെ പരിപാടിയുടെ ഒരു അനുബന്ധ പരിപാടിയായിട്ട് തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനും ഇത് നടത്താൻ ഇവിടെ തയ്യാറാക്കുന്നതിന് വേണ്ടി സഹകരിച്ച നമ്മുടെ ഇതിൻ്റെ വാർഷികാഘോഷ കമ്മിറ്റിയുടെ എല്ലാവർക്കും അതിൻ്റെ ഭാഗമായിട്ടൊരു നന്ദി കൂടി അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം വിപുലമായിട്ട് തന്നെ ഇവിടെ നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും നടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ നിലവിലെ പ്രധാന അധ്യാപിക ശ്രീമതി രമൺ ടീച്ചർ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വിടവാങ്ങൽ കൂടിയാണ്. ആ ചടങ്ങ് കൂടി ഇന്നത്തെ വാർഷികാഘോഷത്തിൻ്റെ അനുബന്ധ പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരെയും ആ ചടങ്ങിലേക്ക് ഏറെ ഹൃദയപൂർവ്വം ക്ഷണിക്കുക. ഉമ്മറിന്റെ എക്സിബിഷൻ എന്നുണ്ട്? എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉമർസായിട്ട് നമ്മൾ പിന്നെ കാലങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മൂപ്പരുടെ അടുത്ത് ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ അടുത്താണ് അറിയാൻ സാധിച്ചത്. ഇത്രയും നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലും ഇവിടെ ഇങ്ങനെ എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഈ ജനറേഷനിൽ തന്നെ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അവർ നേരെ തന്നെ ടച്ച് ഫോണിലോട്ടും കീപാഡ് ഫോണൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ശരിക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനറേഷനിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം, നമ്മളുടെ ഒരു പുരാവസ്തു പ്രദർശനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മളുടെ സമ്മേളനത്തിലേക്കും പിന്നെ അതിന് അനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടിയിലേക്കും പിന്നെ ഈ പ്രദേശത്തുള്ള നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാവരെയും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മറിൻ്റെ പുരാവസ്തു ശേഖരത്തിലെ വിശേഷങ്ങൾ. ഇത് ഉമ്മറിന് ഇതൊരു ശേഖരമായിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതിന് കഴിയുന്ന ആളുകൾ ഉമ്മറിനായിട്ട് സഹകരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന പുരാവസ്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉമ്മറിനെ ഏൽപ്പിക്കുക. ഉമ്മറിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കാണ് ഈ വീഡിയോയിലുള്ളത്.